ജനങ്ങൾക്ക് വളരെ പ്രിയപ്പെട്ടവനായിരിക്കുമ്പോഴും വിവാദങ്ങൾ ഉമ്മൻചാണ്ടി വിട്ടൊഴിഞ്ഞിട്ടില്ല. അവയിൽ പലതും രാഷ്ട്രീയ കേരളത്തിൽ വലിയ കോളിളക്കം ഉണ്ടാക്കി. സമരവേലിയേറ്റത്തിനു മുന്നിൽ ഭരണം ആടി ഉലഞ്ഞെങ്കിലും ഉമ്മൻചാണ്ടി ഉലയാത്ത മനുഷ്യനായി നിന്നു. സോളാർ കേസും പാറ്റൂർ ഭൂമി ഇടപാടുമെല്ലാം ഉമ്മൻചാണ്ടിയുടെ മരണത്തിന് ശേഷവും വലിയ ചർച്ചയായി രാഷ്ട്രീയ കേരളത്തിൽ. ഉമ്മൻചാണ്ടി നോ പറഞ്ഞിട്ടും വിവാദങ്ങൾ വിടാതെ പിന്തുടർന്നു. 27-ാം വയസ്സിൽ നിയമസഭയിൽ എത്തിയത് മുതൽ മരണം വരെയും മരണശേഷവും ഇവ ചർച്ചയായി. കെ കരുണാകരൻ മുഖ്യമന്ത്രിയായിരുന്ന 1991-92 കാലത്ത് പാമോലിൻ വിവാദമുയരുന്നു. പവർ ആൻഡ് എനർജി ലിമിറ്റഡ് എന്ന മലേഷ്യൻ കമ്പനിയിൽ നിന്ന് ഒരു സിംഗപ്പൂർ കമ്പനിയെ ഇടനിലക്കാരനാക്കി പാമോലിൻ ഇറക്കുമതി ചെയ്തെന്നായിരുന്നു ആരോപണം. ഉമ്മൻചാണ്ടിയുടെ പങ്കിനെക്കുറിച്ച് തുടരന്വേഷണം നടത്താൻ 2011 പ്രത്യേക കോടതി ഉത്തരവ്. ഇതോടെ ഉമ്മൻചാണ്ടിക്ക് വിജിലൻസ് വകുപ്പിന്റെ ചുമതല ഒഴിയേണ്ടി വന്നു. ഉമ്മൻചാണ്ടിക്ക് പങ്കില്ലെന്നായിരുന്നു അന്വേഷണ റിപ്പോർട്ട്. ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് ടൈറ്റാനിയം കമ്പനിയിൽ മാലിന്യ സംസ്കരണ പ്ലാന്റ് സ്ഥാപിക്കുന്നതിനായി ഫിൻലൻഡ് കമ്പനിയായ ഇക്കോ പ്ലാനിങ്ങുമായി കരാർ ഒപ്പുവച്ചിരുന്നു. 120 കോടി രൂപയുടെ അഴിമതി നടന്നെന്നായിരുന്നു ആരോപണം. 256 കോടി രൂപയുടെ കരാറിൽ 86 കോടി രൂപയുടെ അഴിമതി നടന്നുവെന്നായിരുന്നു വിജിലൻസിന്റെ കണ്ടെത്തൽ. ഉമ്മൻചാണ്ടിയായിരുന്നു ഒന്നാം പ്രതി. VS അച്യുതാനന്ദൻ സർക്കാരാണ് വിജിലൻസ് അന്വേഷണം ആരംഭിച്ചത്. നിയമ നടപടികൾ ഇപ്പോഴും തുടരുന്നു. പാറ്റൂരിൽ സർക്കാർ ഭൂമി കൈവശപ്പെടുത്താൻ ഫ്ളാറ്റ് കമ്പനിക്ക് കൂട്ടുനിൽക്കുകയും അതിന് ഗൂഢാലോചന നടത്തുകയും ചെയ്തുവെന്നായിരുന്നു ഉമ്മൻചാണ്ടിക്കെതിരായ കേസ്. 2018 കേസിനാസ്പദമായ സംഭവം. 5 പ്രതികളുള്ള കേസിൽ 4ാമത്തെ പ്രതിയായിരുന്നു ഉമ്മൻചാണ്ടി. ഏറെക്കാലത്തിനു ശേഷം വിവാദമായ പാറ്റൂർ ഭൂമി ഇടപാടുമായി ബന്ധപ്പെട്ടുള്ള കേസ് ഹൈക്കോടതി റദ്ദാക്കി. സൗരോർജ്ജ ഫാമുകളും കാറ്റാടിപ്പാടങ്ങളും സ്ഥാപിക്കാമെന്ന് പറഞ്ഞ് പണം തട്ടിയതിൽ പരാതി ഉയർന്നതായിരുന്നു സോളാർ വിവാദങ്ങളുടെ തുടക്കം. ടീം സോളാർ എന്ന വിവാദ കമ്പനിയുടെ പ്രധാന വ്യാവസായിക ഇടപാടുകളെല്ലാം നടന്നത് മുഖ്യമന്ത്രിയുടെ ഓഫീസ് കേന്ദ്രീകരിച്ചായിരുന്നുവെന്ന വെളിപ്പെടുത്തലോടെ വിവാദം കത്തിക്കയറി. 2012 ഓഗസ്റ്റ് 19 ക്ലിഫ് ഹൗസിൽ വെച്ച് ഉമ്മൻചാണ്ടി പീഡിപ്പിച്ചെന്ന ടീം സോളാറിലെ പ്രധാനിയുടെ വെളിപ്പെടുത്തൽ. പ്രതിപക്ഷം സെക്രട്ടേറിയറ്റ് വളഞ്ഞപ്പോൾ ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിക്കാനും അതേ തുടർന്ന് കമ്മീഷന് മുന്നിൽ രാപ്പകൽ വ്യത്യാസമില്ലാതെ 14 മണിക്കൂറിരുന്ന ചോദ്യങ്ങളെ നേരിടാനും ഉമ്മൻചാണ്ടി ഒരു മടിയും കാണിച്ചില്ല. ഒടുവിൽ CBI അന്വേഷണം. മരണാനന്തരം ഉമ്മൻചാണ്ടിക്ക് ക്ലീൻ ചിറ്റ്. വിടാതെ പിന്തുടർന്ന വിവാദങ്ങളിൽ ഉമ്മൻചാണ്ടി കുലുങ്ങിയില്ല. പകരം അഗ്നിശുദ്ധി വരുത്തി ജനകീയ നേതാവായി. 24 തിരുവനന്തപുരം.